യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനമാണ്. ദൈവവചനമാണ് എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ മുഴങ്ങുന്നത്. ആ ദൈവത്തിൻ്റെ സ്വരം, ദൈവവചനത്തിൻ്റെ ശബ്ദം മുഴങ്ങുമ്പം എൻ്റെ ജീവിതം ഒരനുഗ്രഹമാകാതിരിക്കില്ല. ആ ദൈവ വെളിച്ചം എൻ്റെ ഭവനത്തിലും ജീവിതത്തിലും ഒരനുഗ്രഹമാകാതിരിക്കില്ല. സത്യമാണ്. ഇന്ന് പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കണം. ഇന്ന് ശനിയാഴ്ചയാണ്. കുറച്ച് ദിവസങ്ങളായി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടായിരിക്കുന്നത്. നിങ്ങളും ഈ പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ മകനെ, എൻ്റെ മകളെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച്, വചനത്താൽ നിറച്ച്, പരിശുദ്ധാത്മാവിനാൽ നയിക്കണമെന്ന്. അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതത്തെ ഓർത്ത് നിങ്ങൾക്ക് കരയേണ്ടി വരില്ല. അവരുടെ ഭാവിയെ ഓർത്ത് വിഷമിക്കേണ്ടി വരില്ല. അവരുടെ ജോലിയെ ഓർത്തോ വിവാഹത്തെ ഓർത്തോ ഒന്നും നിങ്ങൾക്ക് നാളെ ഒരു സമയത്ത് വിലപിക്കേണ്ടി വരില്ല. കാരണം ദൈവം ഏറ്റെടുത്ത് അവരുടെ ജീവനെ, ജീവിതത്തെ, ഭാവിയെ അനുഗ്രഹമാക്കി മാറ്റും. ഹല്ലേലൂയ. ഇന്ന് പ്രതീക്ഷയോടെ വചനം കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മാസം 28-ാം തീയതി മുതൽ ഇവിടെ എഴുതി പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 10 ദിവസം 28-ാം തീയതി മുതൽ ഫെബ്രുവരി മാസം 6-ാം തീയതി വരെ ഞങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഉപവാസമെടുത്ത് എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു. 28-ാം തീയതി ബുധനാഴ്ച മുതൽ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുക, വില കൊടുത്ത് പ്രാർത്ഥിക്കുക. അതും ഒരു അനുഗ്രഹമായിട്ട് മാറും. ആഗ്രഹിക്കുന്നവർക്ക് പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. ഏതായാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ഒരനുഗ്രഹമാണ് ഒരാൾക്ക് വേണ്ടത്. ആ അനുഗ്രഹത്തിൽ നിന്നാണ് വേറൊരാൾ അനുഗ്രഹം ആകത്തുള്ളൂ. ഞാൻ ആ വാക്യം വായിക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ യാക്കോബിന്